വളരെ ടേസ്റ്റി ആയിട്ട് നല്ല വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പാസ്തയുടെ റെസിപ്പി കാണിച്ചു തരട്ടെ. അതിനുവേണ്ടി ആദ്യമായിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്ത് തിളക്കാൻ വെക്കുക. അതിലേക്ക് ഉപ്പും എണ്ണയും ഒഴിച്ചിട്ട് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പാസ്ത അതിലേക്ക് ചേർക്കണം. ഞാൻ എന്താ ഈ ഷേപ്പിലുള്ള ഒരു പാസ്ത ആട്ടോ വാങ്ങിയിരിക്കുന്നത്. പല ഷേപ്പിൽ കിട്ടും പാസ്ത. അപ്പൊ ഒരു പാക്കറ്റ് അത് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നേ. അതിപ്പോ വെള്ളം തിളച്ച് കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണേ. വെന്തോന്ന് അറിയാൻ ഒരെണ്ണം എടുത്തിട്ട് ഒന്ന് പൊട്ടിച്ച് നോക്കിയാൽ മതി. അപ്പൊ വെന്തിട്ടുണ്ടെങ്കിൽ നന്നായി വേഗം തന്നെ 2 കഷ്ണമാകും അത്. അങ്ങനെയാണ് കേട്ടോ വേവ് നോക്കുന്നത്. അപ്പൊ വെന്ത് കഴിയുമ്പോഴത്തേക്കും ഒരു പാത്രത്തിലേക്ക് അരിപ്പ പാത്രയില്ലേ നമ്മുടെ വെള്ളം പോകുന്ന അതിലേക്ക് ഒഴിച്ചു വെച്ചിട്ട് പിന്നെ കുറച്ചുകൂടി പച്ചവെള്ളം ഒഴിച്ച് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ആക്കിയെടുക്കണം കേട്ടോ. എന്താ വെച്ചാൽ ചൂടൊന്ന് ബാലൻസ് ആവാൻ വേണ്ടിയാണേ. അതിലേക്ക് കുറച്ചുകൂടി എണ്ണ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണേ. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയില്ലേ അത് ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ നമ്മുടെ കയ്യിലുള്ള പച്ചക്കറികൾ, ഞാനിപ്പോൾ സവാളയും ക്യാരറ്റും ക്യാബേജും മാത്രമേ എടുത്തിട്ടുള്ളൂ. എൻ്റെ കയ്യിൽ അതേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ക്യാപ്സിക്കോ ബീൻസോ അങ്ങനെയുള്ള എന്ത് പച്ചക്കറി നമുക്ക് ഇതിലേക്ക് ചേർക്കാം കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. ഇനി പാസ്തയുടെ മസാല നമുക്ക് വാങ്ങാൻ കിട്ടും. അത് കുറച്ച് ചേർത്തിട്ട് കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ വളരെ കുറച്ച് ചേർത്താൽ മതി കേട്ടോ. പിന്നെ കുറച്ച് സോസും കൂടി ഒഴിക്കുന്നുണ്ട്, ടൊമാറ്റോ സോസേ. അതുകൂടി ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ അത് കഴിഞ്ഞിട്ട് ഇനി പാസ്ത എന്ന് ചേർത്തിട്ട് അതും എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കണം കേട്ടോ. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ആയ ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് സ്പ്രിംഗ് ഓണിയനും കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കുന്നുണ്ട്. വെറുതെ ആവശ്യത്തിന് ഉണ്ടെങ്കിൽ മാത്രം മതി കേട്ടോ. നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഇല്ലെങ്കിൽ വേണമെന്നില്ല. ഇനി അതിനുശേഷം ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവാൻ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാസ്ത റെഡി ആവും കേട്ടോ. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കുട്ടികൾക്കല്ല വലിയവർക്കും ഒക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.